നമസ്കാരം. ദക്ഷിണേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ പുതിയ പ്രതിരോധ സഹകരണത്തിന് വഴി തുറക്കുന്നു. 1971 പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന നയതന്ത്ര അകൽച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ പുതിയ ബന്ധം ഏഷ്യയിലെ തന്ത്രപ്രധാനമായ ശക്തി സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിന് ശേഷം ബംഗ്ലാദേശിൽ വന്ന രാഷ്ട്രീയ മാറ്റങ്ങളാണ് ഇത്തരമൊരു അപ്രതീക്ഷിത സൗഹൃദത്തിന് വഴിയൊരുക്കിയത്. ഷെയ്ഖ് ഹസീന സർക്കാർ വീണ ശേഷം വിദേശ നയങ്ങളിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത്. വിമോചന യുദ്ധത്തിന് ശേഷം ശത്രുതയിലും അകൽച്ചയിലും കഴിഞ്ഞിരുന്ന ഇരു രാജ്യങ്ങളും തമ്മിൽ ഇത്തരമൊരു സൈനിക ചർച്ചകളിലേക്ക് കടക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. പ്രതിരോധ മേഖലയിലെ പരിശീലനം, സാങ്കേതിക കൈമാറ്റം എന്നിവ ലക്ഷ്യമിട്ടുള്ള ഈ പടയൊരുക്കം മേഖലയിലെ പുതിയ ശീതയുദ്ധത്തിന് തുടക്കമിടുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ അയൽപ്പക്കത്ത് രൂപപ്പെടുന്ന ഈ പുതിയ സഖ്യം മേഖലയിലെ സുരക്ഷാ സന്തുലിതാവസ്ഥ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയും രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവെക്കുന്നുണ്ട്. ഇന്ത്യയുമായി ഇടഞ്ഞു നിൽക്കുന്ന ബംഗ്ലാദേശിനെ ഒപ്പം നിർത്താൻ തീവ്ര ശ്രമവുമായി പാകിസ്ഥാൻ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കിടയിലെ പാകിസ്ഥാനിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ, ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർപേഴ്സൺ, നേവി മേധാവി, ISI തലവൻ തുടങ്ങിയവർ ബംഗ്ലാദേശ് സന്ദർശിച്ചതോടെയാണ് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഉരുത്തിരിയുന്ന സൗഹൃദത്തെക്കുറിച്ച് ലോകം അറിയുന്നത്. മുഹമ്മദ് യൂനുസ് സർക്കാർ ബംഗ്ലാദേശിനെ ഡൽഹിയിൽ നിന്ന് ഇസ്ലാമാബാദിലേക്ക് അടുപ്പിക്കുമ്പോൾ ഇന്ത്യയുമായുള്ള വർദ്ധിച്ച സംഘർഷങ്ങൾക്കിടെ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒരു പുതിയ പ്രതിരോധ കരാറിന് ശ്രമിക്കുകയാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. മേഖലയിൽ നിലനിൽക്കുന്ന അരക്ഷിതാവസ്ഥ മുതലെടുക്കാനാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ശ്രമം. പാകിസ്ഥാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ സൗദി അറേബ്യയുമായി ഒപ്പിട്ട തന്ത്രപ്രധാനമായ പ്രതിരോധ കരാറാണ് ഇതിന് മാതൃക. ഏതെങ്കിലും രാജ്യത്തിനെതിരായ ആക്രമണം ഇരു രാജ്യങ്ങൾക്കും എതിരായി കണക്കാക്കുമെന്ന വ്യവസ്ഥ ഉൾപ്പെടെ അതിലുണ്ടായിരുന്നു. അതായത് പാകിസ്ഥാനെ ആക്രമിച്ചാൽ സൗദിയെ ആക്രമിക്കുന്നതിന് തുല്യവും സൗദിയെ ആക്രമിച്ചാൽ പാകിസ്ഥാനെ ആക്രമിക്കുന്നതിന് തുല്യവുമെന്ന ഒരു വ്യവസ്ഥ അതിലുണ്ടായിരുന്നു. പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂരിൽ നേരിട്ട ഭീഷണികൾക്കും തകർച്ചയ്ക്കും ശേഷം ഇന്ത്യക്കെതിരായ തന്ത്രപ്രധാനമായ ഒരു പ്രതിരോധമായിട്ടാണ് ഈ കരാറിനെ കാണുന്നത്. ഈ കരാർ ബംഗ്ലാദേശുമായി സമാനമായ നാറ്റോ ശൈലിയിലുള്ള ഒരു പ്രതിരോധ ഉടമ്പടിയാകുമെന്നാണ് സൂചന. 1971 ബംഗ്ലാദേശ് വിമോചനത്തിന് ശേഷമുള്ള ആദ്യത്തെ ഇത്തരത്തിലുള്ള കരാറായിരിക്കും ഇത്. ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികളെ കൂട്ടക്കൊല ചെയ്ത അതേ പാകിസ്ഥാൻ സൈന്യം ഈ നീക്കത്തിന് ശ്രമിക്കുന്നത് വിരോധാഭാസമാണെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ബംഗ്ലാദേശിലെ അടുത്ത 2 മാസത്തിനുള്ളിൽ എത്തുന്ന തെരഞ്ഞെടുപ്പിന് മുൻപ് കരാർ വേഗത്തിലാക്കാൻ പാകിസ്ഥാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം കരട് തയ്യാറാക്കാൻ സംയുക്ത സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കരാർ ഒപ്പുവെക്കുകയാണെങ്കിൽ രഹസ്യാന്വേഷണ പങ്കിടൽ, സംയുക്ത സൈനികാഭ്യാസം, ആയുധ കരാറുകൾ എന്നിവയ്ക്ക് വഴി തുറക്കും. കരാറിൽ ആണവ സഹകരണം ഉണ്ടാകാനുള്ള സാധ്യതയും വിദഗ്ധർ തള്ളിക്കളയുന്നില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് വലിയ ആശങ്ക സൃഷ്ടിക്കും. സൗദി അറേബ്യയുമായുള്ള കരാറിൽ റിയാദിന്റെ അവ്യക്തതയ്ക്കിടയിലും പാകിസ്ഥാൻ തങ്ങളുടെ ആണവശേഷി ലഭ്യമാക്കുമെന്ന് അവകാശപ്പെട്ടിരുന്നു. ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തെ തുടർന്ന് ഇന്ത്യ വിരുദ്ധ വികാരം ശക്തമായ ബംഗ്ലാദേശിലെ അസ്വസ്ഥതകൾ ഈ പ്രതിരോധ കരാർ മുന്നോട്ട് കൊണ്ടുപോകാൻ പാകിസ്ഥാന് വളം നൽകുന്നതാണ്. നിലവിൽ ബംഗ്ലാദേശിൽ പലയിടത്തും ഇന്ത്യ വിരുദ്ധ വികാരം ആഞ്ഞടിക്കുമ്പോൾ അത് മുതലെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് പാകിസ്ഥാൻ. അതിനിടെ പാക് ഭരണകക്ഷിയുമായുള്ള നേതാക്കൾ ഉൾപ്പെടെ ബംഗ്ലാദേശിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യ ബംഗ്ലാദേശിനെ ആക്രമിച്ചാൽ പാകിസ്ഥാൻ എല്ലാ ശക്തിയുടെയും ധാക്കയ്ക്കൊപ്പം നിൽക്കും. തുറമുഖങ്ങളെയും കടലുകളെയും നിയന്ത്രിക്കുന്നവരാണ് ലോകം ഭരിക്കുന്നത്. പ്രാദേശിക ശക്തി സമവാക്യങ്ങളെ സൈനിക പങ്കാളിത്തം ഗണ്യമായി മാറ്റുമെന്നുമൊക്കെയാണ് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നേതാവ് കാമ്രാൻ സയ്യിദ് ഉസ്മാനി വ്യക്തമാക്കിയത്. ചുരുക്കത്തിൽ ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ അവസ്ഥ പാകിസ്ഥാൻ ശരിക്കും മുതലെടുക്കുകയാണ്. ബംഗ്ലാദേശുമായി പുതിയൊരു സഖ്യം രൂപപ്പെടുത്തി ഇന്ത്യക്കെതിരെ നീങ്ങാനുള്ള ശ്രമത്തിലാണ് പാകിസ്ഥാൻ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള ഈ സൈനിക അടുപ്പം ദക്ഷിണേഷ്യയിൽ പുതിയൊരു അധികാര സമവാക്യത്തിന് തുടക്കമിടുകയാണ്. പ്രതിരോധ മേഖലയിലെ പരിശീലനങ്ങളും ആയുധ കൈമാറ്റങ്ങളും ലക്ഷ്യമിടുന്ന ഈ കരാർ വെറും ഉഭയകക്ഷി ബന്ധത്തിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് വലിയൊരു രാഷ്ട്രീയ തന്ത്രം കൂടിയാണ്. ഇന്ത്യയുമായുള്ള ബന്ധം പുനർനിർവചിക്കാൻ ബംഗ്ലാദേശിലെ പുതിയ നേതൃത്വം ശ്രമിക്കുന്നതിന്റെ സൂചനയായി ഇതിനെ വിലയിരുത്താം. ഏഷ്യയിലെ മാറുന്ന ഭൂരാഷ്ട്ര തന്ത്രത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കേണ്ട ഒരു സമയം കൂടിയാണ്.